നമസ്കാരം, ഞാൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ്, കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, സരസ്വതി ഹോസ്പിറ്റൽ. ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഫീൽഡ് സർജിക്കൽ ഓങ്കോളജി അഥവാ ക്യാൻസർ സർജറി എന്ന വിഭാഗമാണ്. എന്തൊക്കെയാണ് സർജിക്കൽ ഓങ്കോളജി വിഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ? ഏതൊരു ക്യാൻസർ ശസ്ത്രക്രിയയും വളരെ സങ്കീർണമായ ഒരു പ്രൊസീജിയറാണ്. ബാക്കി ശസ്ത്രക്രിയയിൽ നിന്നും ക്യാൻസർ ശസ്ത്രക്രിയയെ വേറിട്ട് നിർത്തുന്ന പല ഘടകങ്ങളുണ്ട്. അതായത് ക്യാൻസർ ശസ്ത്രക്രിയയിൽ ക്യാൻസർ ബാധിച്ച അവയവത്തെ നമ്മൾ എങ്ങനെ റിമൂവ് ചെയ്യണം, ആ റിമൂവ് ചെയ്തിട്ടുണ്ടാകുന്ന ആ അവയവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ റീകൺസ്ട്രക്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് ക്യാൻസർ സർജറിയെ മറ്റ് ശസ്ത്രക്രിയയിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലായി കാണുന്ന ക്യാൻസറുകൾ എന്നത് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം, കുടലിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, അണ്ഡാശയത്തിലെ ക്യാൻസർ, അതുപോലെ തന്നെ തൊണ്ടയിലെയും ക്യാൻസർ, ലങ്ങിലെ ക്യാൻസർ തുടങ്ങിയ ക്യാൻസറുകളാണ് ഞാൻ കൂടുതലായും ശസ്ത്രക്രിയയിലൂടെ ചികിത്സിക്കുന്നത്. ഈ ക്യാൻസറുകളുടെ ശസ്ത്രക്രിയ നമുക്കിപ്പോൾ സരസ്വതി ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഏതൊക്കെ രോഗികൾക്കാണ് സ്തനാർബുദം കൂടുതലായി കണ്ടുവരുന്നത്? സ്തനാർബുദം വരുന്നതിൽ ഒരു പ്രധാന ഘടകം പ്രായം തന്നെയാണ്. മറ്റൊരു പ്രധാന ഘടകമാണ് ജനിതകമായ കാരണങ്ങൾ. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും, ഒരു സ്ത്രീയുടെ കുടുംബത്തിൽ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക്, അത് അവരുടെ അമ്മയാവാം, സഹോദരിയാവാം, അമ്മൂമ്മയാവാം, അങ്ങനെ ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ത്രീകൾക്ക് നേരത്തെ ബ്രസ്റ്റ് ക്യാൻസറോ ഓവേറിയൻ ക്യാൻസറോ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസറോ ഓവേറിയൻ ക്യാൻസറും വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ പാരമ്പര്യമായി വരുന്ന ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും. അത് രണ്ടാമത്തെ ഘടകമാണ്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ അവരുടെ മെൻസ്ട്രുവൽ ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയും. അതായത് കുട്ടികളില്ലാത്തവർക്ക്, നള്ളിപ്പാരസ് ആയിട്ടുള്ള ഫീമെയിൽസിന് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ആർത്തവ ആരംഭവും ആർത്തവ വിരാമവും, ആർത്തവ ആരംഭം നേരത്തെയും ആർത്തവ വിരാമം ലേറ്റുമായ സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്ത്രീകൾ, അതായത് ഒരു 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ, അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസറോ ഓവേറിയൻ ക്യാൻസറോ ഉള്ള സ്ത്രീകൾ, അതുപോലെ തന്നെ കുട്ടികളില്ലാത്ത സ്ത്രീകൾ, അല്ലെങ്കിൽ ആർത്തവ വിരാമം താമസിച്ച് വന്ന സ്ത്രീകൾ, അതായത് ഒരു 50 വയസ്സ് 55 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ആർത്തവ വിരാമം വന്ന സ്ത്രീകൾ തുടങ്ങിയവർ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് എങ്ങനെ നേരത്തെ കണ്ടെത്താം എന്നത് നമുക്ക് സംസാരിക്കാം. ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ 2 വഴികളാണുള്ളത്. ഒന്ന്, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, അതായത് സ്വയസ്തന പരിശോധന. അതായത് എല്ലാ മാസവും ഒരു 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ മാറിൽ എന്തെങ്കിലും ചെറിയ മുഴകളോ മറ്റോ ഉണ്ടോ എന്നുള്ളത് സ്വയം പരിശോധിച്ച് നോക്കുന്ന പ്രക്രിയയാണ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. മാമോഗ്രാം സ്ക്രീനിങ്, 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ അറ്റ്ലീസ്റ്റ് ഒരു 3 വർഷത്തിലൊരിക്കലോ 4 വർഷത്തിലൊരിക്കലോ ഒരു മാമോഗ്രാം എടുത്ത് അവരുടെ ബ്രസ്റ്റിൽ സംശയാസ്പദമായ മുഴകളൊന്നുമില്ല എന്ന് ഉറപ്പിക്കേണ്ടതാണ്. മാമോഗ്രാം സ്ക്രീനിങ് വഴി നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ തന്നെ വളരെ നേരത്തെ അത് കണ്ടെത്താൻ സാധിക്കുകയും ഫലപ്രദമായി ചികിത്സിക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊരു കാര്യം, ബ്രസ്റ്റ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാ സ്ത്രീകൾക്കുമുള്ളൊരു ഭയമാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായി മാറ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരുമെന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. വളരെ നേരത്തെ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുകയാണെങ്കിൽ, അതായത് ഒരു ചെറിയ മുഴയുടെ വലിപ്പത്തിലുള്ള സമയത്ത് തന്നെ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടെത്തുകയാണെങ്കിൽ ആ മുഴ മാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയ വഴി ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയും ആ മാറിൻ്റെ ആകൃതിക്കും ഷേപ്പിനുമൊന്നും വ്യത്യാസം വരാതെ നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ചികിത്സയുടെ ഭാഗമായി എല്ലാവർക്കുമുള്ളൊരു ടെൻഷനാണ് കൈക്ക് നീര് കെട്ടുക, ഷോൾഡർ അനക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ. എന്നാൽ ഇപ്പോൾ പുതിയ ടെക്നിക്കുകൾ, പുതിയ ഓങ്കോളജിക്കൽ ടെക്നിക്കുകൾ, അതായത് സെൻട്രൽ ലിംഫ് നോഡ് ബയോപ്സി, ഓൺകോപ്ലാസ്റ്റിക് ബ്രസ്റ്റ് സർജറി തുടങ്ങിയ ടെക്നിക്സ് വഴി നമുക്ക് കയ്യിലെ നീര് കെട്ടുന്നതും കക്ഷത്തിലെ കഴലകൾ നീക്കം ചെയ്യാതെയും തോളിൻ്റെ ബലക്കുറവ് ഉണ്ടാവാതെയും ബ്രസ്റ്റിൻ്റെ ആകൃതിക്കും ഷേപ്പും ഒന്നും വ്യത്യാസം വരാതെയും നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ സർജറിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പ്രശസ്ത ലാപ്രോസ്കോപ്പിക് സർജനും ഡയബറ്റിക് ഫുഡ് കെയർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ അജയ്കുമാർ SK നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. ഇതുപോലുള്ള ക്യാൻസർ ശസ്ത്രക്രിയകൾ ഇപ്പോൾ സരസ്വതി ഹോസ്പിറ്റലിൽ ലഭ്യമാണ്. അവരുടെ കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ സേവനവും ലഭ്യമാണ്.